ചെയ്യാൻ ഇനി തോന്നുന്നില്ല. പൊതുവെ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും കൂടെ ആ, തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലാതെ ഒരാൾക്ക് കുറച്ച് സെക്ഷൽ ഡിസയർ കൂടുതലും ഉം. ഒരാൾക്ക് കുറവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു യൂഷ്വലി ഉണ്ടാവുന്ന ഉം, ഉം, ഏഹ്, ഉം. ഒരു പ്രശ്നം. Yeah, ആൻഡ് നമ്മൾ എല്ലാ സമയത്തും പറയും ഒരു കപ്പിൾ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ മേ ബി ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ദെയർ സെക്ഷൽ ലൈഫ് എന്റെ എന്ന്. പൊന്ന് ഫറ, ബേസിക്കലി നമുക്കിവിടെ ഞങ്ങള് ഇന്ത്യൻ കോൺസെപ്റ്റില്, കേരള കോൺസെപ്റ്റിലാണ് പറയണേ. അടി ഉണ്ടാക്കി വരുന്ന കപ്പിളില്ലേ, ഒരു 90% പേരുടെയും പ്രശ്നം ഈ ഇന്റർകോഴ്സ് ഇല്ല എന്നുള്ളതായിരിക്കും. രണ്ട് വഴിക്കായിരിക്കും ഉറങ്ങുന്നേ. കുഞ്ഞു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ ആനക്കാര്യമായിട്ടായിരിക്കും വരാം. ആ വഴക്കിൻ്റെ ഒക്കെ നമ്മൾ ഈ കെട്ടഴിച്ച് പോകുമ്പോൾ പ്രശ്നം ഇസ് ദിസ്. ബേബി ഉണ്ടായിട്ട് ആ കൊച്ചിനിപ്പോൾ 8 വയസ്സായി, പിന്നെ സംഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെ എത്ര പേരുണ്ടെന്ന് അറിയോ? അതുകൊണ്ട് ഞാൻ ഇത് ഓപ്പണായിട്ട് പറയേണ്ട റീസൺ ഇതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ വാട്ട് യു സെഡ് ഇസ് ഓൾസോ റൈറ്റ്. കാരണം അത് നമുക്കങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഏജ് വൈസ് നമുക്കൊരു സ്റ്റഡി പഠിക്കാനുണ്ട്. ലിബിഡോ എന്ന് പറയുന്നത് ഇപ്പം 35 ഇയർ ഉള്ള ഒരു 10 സ്ത്രീകളെ എടുത്താൽ 10 സ്ത്രീകളുടെയും ലിബിഡോ ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് ഹോർമോണൽ ഉണ്ട്, അവർ വളർന്നു വന്ന സാഹചര്യം ഉണ്ട്, അവരുടെ ബോഡി ടൈപ്പിന് ഡിഫറൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ഇങ്ങനെ ആയിരിക്കും എന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ആഫ്റ്റർ മെനോപ്പോസ് അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രായമാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രീ അല്ലേ. അതെയോ? ബട്ട് നമുക്ക് വെളുപ്പിന് എണീക്കണ്ട, ഹോർമോൺസ്. കൊച്ചുങ്ങളെ വിടണ്ട, അവരൊക്കെ ഏകദേശം അവരുടെ സെറ്റപ്പ് ഇതായി. പക്ഷേ then hormones will play another game maybe, I don't know. I feel. Hormones will play another game. Yeah. That is because we don't have that much amount of lubrication. Yeah. We feel dry. Yeah. ഡ്രൈനെസ്സും ഈ പറയുന്ന ഹോട്ട് ഫ്ലാഷസും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ എംബ്രേസ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് നമുക്കുള്ളതെങ്കിലോ. ഓൾസോ വി സെഡ് പെനിട്രേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് അല്ല ഫീമെയിൽ ടു അച്ചീവ് ദി yes. ഓർഗാസം. അപ്പൊ നമുക്കും ഇന്റിമസി ഫീൽ ചെയ്യാനും ഓർഗാസ്മിക് ആവാനും എന്തോരം വഴികളുണ്ട്. പറ്റുമെങ്കിലോ? ആ വഴികളാണ് ലെറ്റ്സ് നോട്ട് ജനറലൈസ് എന്നാ പറയുന്നത് അല്ലേ? ബട്ട് യൂഷ്വലി ഇപ്പം നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സെക്ഷുവലി ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് ഫോർ ദെയർ ഹോർമോണൽ ബാലൻസ്. ബിക്കോസ് ഐ പേഴ്സണലി ഫീൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മോസ്റ്റ് ഓഫ് ദെയർ ഫ്രസ്ട്രേഷൻ കംസ് ഫ്രം ഹോർമോണിൻ്റെ എന്തോ ഒരു പ്രോബ്ലംസ് കൊണ്ട്. ബിക്കോസ് വി ബേസിക്കലി ഹാവ് മോർ ഹോർമോൺസ്. അങ്ങനെ നമ്മൾ പറയാറില്ലേ, നമ്മുടെ മെൻസ്ട്രേഷൻ തന്നെ അവർ 24 മണിക്കൂറിൽ കറങ്ങുമ്പോൾ നമുക്ക് ആകെപ്പാടെ 7 ദിവസം അല്ലെങ്കിൽ 30 ദിവസവും നമ്മൾ കറക്കത്തില്ല. ആണ് 4 സൈക്കിൾ അതിലൊരു കഷ്ടി ഒരു 3-4 ദിവസം കിട്ടി. ഓവുലേഷന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ സ്പ്രിംഗ് ആയി വസന്തത്തിലിരിക്കുന്ന ഒരു സമയം. അതിന് മുൻപും അതിന്റെ പേമാരിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ തണ്ടർസ്റ്റോം ആണ്. അതാണ് വേറൊരു കാര്യം ഞാനിപ്പം സംസാരിക്കാൻ പോയത്. അതായത് യൂഷ്വലി നമ്മൾ പറയുന്നത് എന്താ, നമ്മുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടം മേ ബി ഒരു ടിൽ 40 ഒക്കെയാണ്. മെന്നിനൊരു ടിൽ 50. ഇത് ജനറലൈസ്ഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. മെന്നിന് എനിക്ക് തോന്നുന്നു 50 ഒക്കെയാണ് പറയുന്നത്. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഒരു പ്രീ മെനപ്പോസോ അല്ലെങ്കിൽ മെനപ്പോസോ കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫർ എന്നുള്ളതാണ് നമുക്ക് യൂഷ്വലി കിട്ടുന്ന ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ. അതായത് നമുക്ക് ഈ ഹോട്ട് ഫ്ലാഷസ് വരുന്നു, നമുക്ക് ഇറിറ്റേഷൻസ് കൂടുന്നു, ആൻഡ് ഒരുപാട് സ്ത്രീകളുണ്ട് അവരുടെ യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്ത ആൾക്കാർ. അത് അപ്പം ഞാൻ ബേസിക്കലി അങ്ങനത്തെ ആൾക്കാർ ഞാൻ വിചാരിക്കും അപ്പോൾ ഈ ഒരു മെസ്സ് കുറച്ച് ഒഴിയുമല്ലോ. യൂട്രസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ദെൻ യു ഡോണ്ട് ഹാവ് ഓൾ ദറ്റ് ഹോർമോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ കാമാവല്ലേ. ദെൻ ഐ ഹാവ് ഹേർഡ് പീപ്പിൾ സെയിങ് ദറ്റ് ഇറ്റ്സ് ഈവൻ മോർ ഡിഫിക്കൽട്ട്. കൂടുതൽ സ്ട്രെസ്സ്, കൂടുതൽ കുഞ്ഞു കാര്യത്തിന് ദേഷ്യം വരിക, ആവശ്യമില്ലാതെ കരച്ചിൽ വരിക. ഇപ്പം PMS എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാത്തിനും ഓവർവെൽംഡ് ആവും. ഇപ്പം ഞാനൊക്കെ അങ്ങനെയുള്ള ഒരാളാണ്. ഒരു കുഞ്ഞു കാര്യത്തിന് ഓവർവെൽംഡ് ആവും, ഒരു കുഞ്ഞു കാര്യത്തിന് എനിക്ക് കരച്ചിൽ വരും. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി എനിക്ക് ചിലപ്പോൾ ജസ്റ്റ് ഒരു കാര്യമായിരിക്കും, പക്ഷെ ആ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ സാധനം ഞാൻ എന്തെങ്കിലും കണ്ടു, ഞാനിപ്പോൾ കുട്ടികളുടെ എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ ഞാൻ അങ്ങ് കരഞ്ഞു പോവാം. നമ്മളല്ല അകാരണമായിട്ട് നമുക്ക് കരച്ചിൽ വരിക, ഒരു പ്രശ്നം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളൊരു പ്രീ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു നോഷൻ എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് ഗോയിങ് ടു ഗെറ്റ് വേഴ്സ് ആഫ്റ്റർ മേ ബി 40s or 45 or something. ലൈക്ക് അങ്ങനെയാണ് നമുക്ക് ജനറൽ ആയിട്ട് കിട്ടുന്നത്. പക്ഷെ എങ്ങനെയാണ് അതിനെ യാത്രയിലേക്ക് പോവാം. നമ്മൾ തുടങ്ങിയത് എവിടുന്നാ? നമ്മൾ ലെസ്റ്റ് എന്ന് തുടങ്ങി. നമ്മൾ കുറേ കാലം, ഇപ്പോൾ ഒരു 25-30 വയസ്സിൽ കല്യാണം കഴിച്ചു. ഇപ്പം ഫറ പറയുന്ന ഈ ഒരു സമയത്തിലേക്ക് എത്താൻ ഒരു 20 കൊല്ലത്തോളം വേണ്ടി വരും അല്ലേ? അപ്പം ആദ്യത്തെ കുറേ സമയം കൊണ്ട് കാമം തീർന്നു. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ, എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്നൊരു ഫീലിങ്ങിലേക്കും വരും. പിന്നെ അതെൻ്റെ പാർട്ട്ണറാണ്, എൻ്റെ സോൾമേറ്റ് ആണ് എന്നൊരു സാധനത്തിലേക്കും വരും. പതുക്കെ കാര്യങ്ങൾ മാറുകയാണ്. അപ്പം നമുക്ക് ഈ ഇൻറ്റിമസിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ലേ?
ഉണ്ട്. ഇസ് ഇറ്റ് ഓൾവേസ് അബൌട്ട് കമ്മിങ്, ഹഗ്ഗിങ്, കിസ്സിങ്, സ്ക്വീസിങ് ആൻഡ് പെനിട്രേഷൻ? അല്ല. അല്ല. അപ്പോഴാണ് എൻ്റെ പാർട്ട്ണറെ ഞാൻ മനസ്സിലാക്കുന്നത് ദാറ്റ്സ് അബൌട്ട് ഡിസയർ. ഓക്കെ. അതായത് ഒരു ബോഡിയെ ഞാൻ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് കൺസംഷൻ അല്ലേ? അപ്പം ഞാൻ അതിനെ ടേക്കപ്പ് ചെയ്യുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഭോഗവസ്തുക്കളുടെ രീതിയിലല്ല. അപ്പം ഞാൻ അതിനെ തൊടുന്ന രീതിയിൽ ഒരു 6 month ഓളിനെ എടുക്കുന്ന പോലെയാണോ 1 year ഓളിനെ എടുക്കുക? അല്ല. 1 year ഓളിനെ എടുക്കുന്ന പോലെ ആയിരിക്കും 5 year ഓളിനെ എടുക്കുക? അല്ല. അതേപോലെ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടെടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഇൻറ്റിമസിയും. ഓക്കെ. നമ്മൾ തൊടുന്ന രീതിക്കും അതാണ് എഗെയിൻ സെൻസസ്, കാണുന്ന രീതിക്ക്, സ്മെല്ല് ചെയ്യുന്ന രീതിക്ക്, ടച്ച് ചെയ്യുന്നതിന്, ഫീൽ ചെയ്യുന്നതിന് എല്ലാത്തിനും ഡിഫറൻസ് വരണം. ഇപ്പം നമുക്ക് ചുമ്മാ ഇപ്പം ഫറ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു ഇതെടുത്താൽ ഹോട്ട് ഫ്ലാഷസ് ഉള്ള ആളാണ്, എനിക്കിപ്പം ഞാൻ ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുന്ന ആളാണ്. അപ്പം എന്നെയും കൊണ്ട് അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താ? എന്നെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. എന്നെ കംഫർട്ടബിൾ ആക്കാൻ എൻ്റെ പാർട്ട്ണറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവിടെയാണ് നമ്മൾ മറ്റേ ആദ്യം പറഞ്ഞ അഡ്വഞ്ചറും ക്യൂരിയോസിറ്റിയും ഒക്കെ ഒന്ന് ഉണരേണ്ടത്. അല്ലാതെ പിന്നെ 40 വയസ്സായി ജോലി ഭാരവും കഴിഞ്ഞ് വരുമ്പോൾ ഇനിയിപ്പോൾ അവളെ ഞാൻ എങ്ങനെ റെഡിയാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഇതൊക്കെ വിമൻ്റെ മാത്രം നീഡാവും. ഇപ്പോൾ കിച്ചണിൽ ഭയങ്കര ചൂടാണ് എന്നായിരിക്കും ജനറലി വരുന്ന കംപ്ലയിൻറ്റ്. അത് നമുക്ക് അവിടെ പോയി അത് ഫാനിങ് യുവർ വൈഫ്, അത് റൊമാൻറ്റിക് അല്ലേ? നമുക്കുണ്ടാവുന്ന ചേഞ്ചസിനെയും എംബ്രേസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഇന്റിമസിനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. കാരണം നമുക്കിപ്പോൾ ഒരു ആഫ്റ്റർ ഡെലിവറി ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് തന്നെ കുറേ വ്യത്യാസം വരുന്നുണ്ട്. 40+ അല്ലെങ്കിൽ 35, 38 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് വരില്ലേ? ആ ഡിഫറൻസിനെയൊക്കെ നമുക്ക് ഐ ലുക്ക് ലൈക്ക് അല്ലെങ്കിൽ ഐ ടച്ച് ലൈക്ക് ആൻ ഓൾഡ് ലേഡി എന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കരമായിട്ട് മെന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ യങ്ങായിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അവർക്ക് എപ്പോഴും ഉണ്ടാവുക. അതൊരു പ്രോബ്ലമാണ് എപ്പോഴും. മെന്റെ ബോഡിക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നില്ല, അധികം അങ്ങനെ വരുന്നില്ല. നമ്മുടെ ഉടയുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് ഡിഫറെന്റ് അല്ലേ, അങ്ങനെയൊന്നും അവർക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 40 വയസ്സ് കഴിയുമ്പോഴത്തേനും ജിമ്മിൽ പോകുന്നു, ഫേഷ്യൽ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നമ്മൾ വി ട്രൈ ഹാർഡ് ടു ലുക്ക് ഗുഡ് വെൻ ആക്ച്വലി അവരങ്ങനെ തന്നെ. പിന്നെ കുറച്ച് ഗ്രേയും കൂടെ ഉണ്ടെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് അടിപൊളി, ഓൾറെഡി ദേ ആർ ലൈക്ക് ദാറ്റ്. അപ്പം നമുക്ക് അവിടെയൊക്കെയാണ് അവിടെ ഇൻറ്റിമസി വേണമെങ്കിൽ പരസ്പരമുള്ള കൊതി തീരാൻ പാടില്ല. ആ കൊതി ഇസ് നോട്ട് ലെസ്റ്റ്. അത് ഇത്രയും കാലം നമ്മുടെ കൂടെയുള്ള ഒരാളോടുള്ള അത് മേ ബി ഇപ്പം ഞാൻ റൊമാൻറ്റിസൈസ് ചെയ്യണമെന്ന് ചില ആൾക്കാർ വന്ന് കമൻറ്റ് പറയാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു 20 വർഷം 30 വർഷമൊക്കെ ഒരാളുടെ കൂടെ ജീവിച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ കൂടെ ജീവിക്കുന്ന കാര്യം മാരേജാണ് പറയുന്നത്. അവിടെ ഈ പറയുന്ന പോലെ പിന്നെ ഇതല്ല എൻ്റെ പാർട്ട്ണർ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ലവ് എ ലിറ്റിൽ മോർ ദാൻ യെസ്റ്റർഡേ ആൻഡ് എ ലിറ്റിൽ ലെസ് ദാൻ ടുമോറോ. അങ്ങനെയാ സ്നേഹിക്കണ്ടേ. ഇന്നലേക്കാൾ ഒരല്പം കൂടുതലായും നാളേക്കാൾ ഒരല്പം കുറവായും. അപ്പൊ സ്നേഹം പുതിയതായിരിക്കില്ലേ? അതെ. ഈ സ്നേഹത്തിനെയാണ് ഡിസയർ എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോവാൻ ഇപ്പോഴും ഓടി ചെല്ലാനുള്ളൊരു ഇതുണ്ടാവില്ല. ചില നമ്മൾ ഓൾഡ് കപ്പിളിനെ നമ്മൾ കണ്ടിട്ടില്ലേ, അച്ഛൻ ഇത്രയും പ്രായമായാലും അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കപ്പിളുണ്ട്. ബിക്കോസ് അവരുടെ ആ ഒരു ഡിസയറിന് ഒരു കുറവ് വന്നിട്ടില്ല. അതിന് ലെസ്റ്റ് ആയിട്ടുണ്ട്, അതിന് പല പല വേരിയേഷൻസ്. ഞാൻ ആ ചാർട്ട് മുഴുവൻ പറയുന്നില്ല. അങ്ങനെ വന്നിട്ട് സ്റ്റിൽ ദേ ആർ ക്യൂരിയസ് അബൌട്ട് ഈച്ച് അതർ, ദ വേ ദേ ആർ ലൗഡ്, ദ വേ ദേ ടച്ച്. അതൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. അതിന് നമ്മളാണ് ആക്ച്വലി ആസ് എ പേഴ്സൺ നമ്മൾ അത്രയും ഓപ്പൺ ആയിരിക്കണം, നമുക്ക് അത്രയും ക്ലാരിറ്റി വേണം. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി അതാണ് അവിടെ ഇപ്പോൾ പറയും നമ്മൾ ഭയങ്കര ഹൈറാർക്കി ഉള്ള ആളാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ പറയും, അത് പറയേണ്ട രീതിയിലും കമ്മ്യൂണിക്കേഷൻ, ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ലേണിംഗ് അല്ലേ നമ്മുടെ ഫസ്റ്റ് ഇയർ പേപ്പറാ. അതൊന്ന് നോക്കിയാൽ മാത്രം മതി. ഇപ്പം ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ അടുത്ത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നമ്മളൊരു കാര്യം പറഞ്ഞ പോലെയല്ലോ ബ്രദറിൻ്റെ അടുത്ത് പറയാം. അല്ല, അതേപോലെ തന്നെയല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങൾ പൊട്ടിച്ച് പുറത്തു വരണം. ഈ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് മെൻ മാത്രം ആയിക്കൂടാ, അത് വിമനും ചെയ്യാവുന്ന കാര്യം.